പാലം വരണം. എനിക്ക് വലിയ പ്രതീക്ഷകളൊന്നുമില്ല എൻ്റെ വ്യക്തിപരമായിട്ട്. അതിന് കുറേ പ്രാവശ്യം ഇതേപോലെ എല്ലാം നടന്നു പോയ സാഹചര്യത്തിൽ ഇവിടെ ഒരു 5-6 വള്ളം കിടപ്പുണ്ട്, ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യിക്കാൻ വേണ്ടി. ഇത് തെക്കൻ കേരളത്തിൽ ഇങ്ങനെയൊന്നൊരു കാഴ്ച കാണേണ്ട ഒരവസ്ഥ ഇപ്പോഴത്തെ കണ്ടീഷനിലില്ല. മുൻകാലങ്ങളിലുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോഴില്ല. ഇത് ഈ ഭാഗത്ത് എത്രയും പെട്ടെന്ന്, അതായത് ഒരു 30-40 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ പാലം യാഥാർത്ഥ്യമാവേണ്ടതാണ്. നടന്നില്ല, പക്ഷെ ഇപ്പോൾ അനുകൂല സാഹചര്യമാണ്. ഇപ്പം നടന്നില്ലെങ്കിൽ ഈ പാലം ഇനി യാഥാർത്ഥ്യമാകില്ല. ഈ പാലം വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ഗുണമാണ്, കേരളത്തിനും കർണാടകത്തിനും ഗുണമാണ്. എന്താണ് സംഭവം, സത്യം എന്താണെന്ന് മനസ്സിലാക്കണം. അത് കർണാടക ബോർഡ് ഇങ്ങോട്ടേക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് രാജീവ് ഗാന്ധി ടൈഗർ സോണാണ്. ഈ ടൈഗർ സോണിൽ ഒരിക്കലും ഈ പാലം അനുവദനീയമല്ല. അത് ഭരണഘടനാ നിയമമാണ്. ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിത് പറയുന്നത്. അങ്ങനെ ഒരിക്കലും അല്ല. അതുകൊണ്ടാണ് ഈ പാലം ഒരിക്കലും ഇവിടെ അനുവദനീയമല്ല. ഒരു സർക്കാർ നടത്തിയാലും സാധിക്കില്ല. ഒരു പ്രതീക്ഷ വരുവാണ് നല്ലതാണ്. ഒരു പ്രതീക്ഷയില്ല. കാരണം 35 വർഷമായി ഇതിനു മുമ്പും ഇങ്ങനെയുള്ള വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ 2 സർക്കാരും കോൺഗ്രസിന്റെ ആൾക്കാരെ ഭരിച്ചിട്ട് കാര്യമില്ല. കേന്ദ്ര സർക്കാരിനോട് അനുമതി വേണം, എന്നാലും നടക്കുള്ളൂ അല്ലേ? കേന്ദ്ര സർക്കാർ അനുമതി കൊടുക്കുമോ എന്നൊരു ഡൗട്ടാണ്. DK ശിവകുമാറും PK ബഷീറും വൈരിക്കുപ്പ പാലത്തിന് വേണ്ടിയുള്ള ചർച്ചകളൊക്കെ ഈ മാസം ആരംഭിച്ചു കഴിഞ്ഞു. എന്തായാലും ഈ പെരിക്കലൂരുകാരും ഈ വൈരിക്കുപ്പക്കാരൊക്കെ പ്രതീക്ഷയിൽ തന്നെയാണ്. ഈ പാലം വരുന്നതോടുകൂടി ഈ പുൽപ്പള്ളിക്കും പെരിക്കലൂരിനൊക്കെ ഒരു വലിയ മാറ്റം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് നാട്ടുകാർ. നമുക്ക് ഇവിടെ ആളുകളുണ്ട്, ഇവരോട് തന്നെ ചോദിക്കാം എന്താണ് ഇവിടുത്തെ സാഹചര്യമെന്ന്. പാലം വന്നാൽ നല്ലതാണ്. ഇത് 1994 തറക്കല്ലിട്ട് 3-4 പ്രാവശ്യം ഇതേപോലെ പല കർണാടകത്തിലെ മുഖ്യമന്ത്രിമാർക്ക് നിവേദനങ്ങൾ കൊടുക്കുകയും അവർ ചെയ്യാമെന്നും പറഞ്ഞതാണ്. അതായത് ഇതിനു മുമ്പ് ഇരുന്ന കുമാരസ്വാമി, അതിനുശേഷം വന്ന സിദ്ധരാമയ്യ, ഇപ്പം വന്നിരിക്കുന്ന DK ശിവകുമാർ, ഇവരുകളൊക്കെ നമ്മൾ കേരളം ബന്ധപ്പെട്ടിട്ട് പാലം പണിയാനുള്ള സമ്മതം ചോദിച്ചതാണ്. അപ്പോൾ അവരെല്ലാം ഓക്കെ അടിച്ചതാണ്. അതേപോലെ തന്നെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി DK ശിവകുമാറും അതേപോലെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മുൻ അനുഭവം വെച്ചിട്ട് വന്നു എന്നേ പറയാൻ കഴിയുള്ളൂ. പിന്നെ കുറച്ച് നിയമ തടസ്സങ്ങളുണ്ട്. അത് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെയും കടുവാ സങ്കേതത്തിൻ്റെയും നാഗർകുള നാഷണൽ പാർക്കാണ്. അപ്പോൾ ഇത്തരം വിഷയങ്ങളും കൂടി ഈ പാലത്തിൻ്റെ ഭാഗമായിട്ട് തടസ്സങ്ങളായിട്ടുണ്ട്. അതെല്ലാം നീക്കിയാൽ സുഗമമായിട്ട് പാലം വരുന്നതിന് ഒരു കേരളത്തിൽ യാതൊരു തടസ്സമില്ല എന്നാണ് അറിവ്. കാരണം വെച്ചാൽ കേരളത്തിൽ അതിൻ്റെ പാലത്തിൻ്റെ എക്സ്പെൻസിൻ്റെ പകുതി വഹിച്ചാൽ മതി. അപ്പം കേന്ദ്ര സർക്കാരും കൂടെ പ്രയത്നിച്ചാൽ സുഗമമായിട്ട് പാലം നാടിൻ്റെ അഭിവൃദ്ധി വർദ്ധിക്കും. ഇരു സംസ്ഥാനങ്ങളും തമ്മിലുള്ള സഹകരണം ഉറപ്പുവരുത്താൻ കഴിയും. പിന്നെ സ്കൂൾ കുട്ടികൾ ധാരാളം വയറുകുപ്പയെന്ന് ഇക്കരയ്ക്ക് കേരളത്തിലേക്ക് വന്ന് പഠിക്കുന്നു. അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് ധാരാളം ഉപരിപഠനത്തിനായിട്ട് ബാംഗ്ലൂർ മൈസൂർ ഭാഗത്തേക്ക് പോകുന്നു. പിന്നെ ധാരാളം കർഷകർ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കൃഷി ആവശ്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു. എല്ലാം കൊണ്ടും പാലം അത്യന്താപേക്ഷിതമാണ്. ഇപ്പോൾ ഒരു പ്രപ്പോസൽ കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് ഈ നാട്ടിലുള്ള ബൈരകുപ്പ നാട്ടിലുള്ള ആൾക്കാരെല്ലാം വലിയ പ്രതീക്ഷയിലാണ്. ആ പ്രതീക്ഷ മങ്ങാതിരിക്കട്ടെ. പ്രാവശ്യം വന്നില്ലെങ്കിൽ വരൂല. 2 വർഷം തന്നെ ശിവകുമാർ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ സതീശനും പറഞ്ഞിട്ടുണ്ട്. പാലം വരണ്ടേ? പാലം വരണം. എനിക്ക് വലിയ പ്രതീക്ഷകളൊന്നുമില്ല എൻ്റെ വ്യക്തിപരമായിട്ട്. അതിന് കുറേ പ്രാവശ്യം ഇതേപോലെ എല്ലാം നടന്നു പോയ സാഹചര്യത്തിൽ വലിയ പ്രതീക്ഷകളൊന്നുമില്ല. പിന്നെ ശ്രമിച്ചു നോക്കുക, കിട്ടിയാൽ നല്ല കാര്യം തന്നെ അഭിപ്രായക്കാരനാണ്. എല്ലാ സർക്കാരും ഇങ്ങനെ തന്നെയാണ്. ഇതിനു മുമ്പ് എത്രയോ പ്രാവശ്യം ഇതേപോലെ തന്നെയായിരുന്നു. പുഴ സെൻറ്റർ പോലും ഒരു മൈനിങ് പരിപാടി പോലും ചെയ്തിട്ടുള്ളതാണ്. എന്നിട്ട് പോലും ഇതിനകത്ത് ഒരു മുന്നോട്ട് പോക്ക് ഉണ്ടായിട്ടില്ല. ഇതും അതേപോലെ തന്നെ ഞാൻ കാണുന്നത്. പിന്നെ കാലത്തിനനുസരിച്ച് വന്നുകൂടായില്ല എന്നത് മാത്രമേ ഉള്ളൂ. ചേട്ടാ എങ്ങനെ പാലം വരണ്ടേ? പാലം വരണം, പക്ഷെ വേഗത്തുണ്ട്. ഇത് പാലം വരണമെന്ന് പറഞ്ഞിട്ട് ഇതിന് മുമ്പ്, അതായത് നമ്മുടെ കരുണാകരൻ സാർ ഉണ്ടായിരുന്ന സമയത്ത് ഒരു ഇത് വെച്ചിട്ട് പോയതാണ്. അത് മാഞ്ഞു പോയി. ഏത് ആ സംഭവം കൊണ്ട് വെച്ചിട്ട് അത് മാഞ്ഞു പോയി. ഇതിപ്പോൾ കോൺഗ്രസ്സാണ് ഭരിക്കുന്നത്.
അവർ പാലം കൊണ്ടുവരാന്ന് പറഞ്ഞു. ഇപ്പോൾ ഒരു പാലം പണിയുന്നുണ്ട്. ഇനിയിപ്പോൾ ആ പാലമാണെന്ന് അറിയത്തില്ല. ഈ ബരിക്കുപ്പ വല എന്നുള്ള ഈ പാലമായിരിക്കാം. അതിനെ പണിയും തീർത്ത് തരുവാണെങ്കിൽ ഏറ്റവും വലിയ ബെറ്റർ. കാരണം വെച്ചാൽ നമ്മുടെ അതായത് ഇതൊരു തുരുത്തൂലാണ്. അതായത് ഇപ്പോൾ ഒരു പാലം പണി വരുന്നപ്പോൾ ഒരു പാലം കണ്ടില്ലായിരുന്നോ? ആ പണി ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ ജനുവരി, മാർച്ച്, ജൂലൈ മാസത്തിൽ നമുക്ക് മഴ വരും. ആ സമയത്ത് പിള്ളേർക്ക് സ്കൂളിൽ പോകാനും കഴിക്കാനോ ഇപ്പം നിങ്ങൾ പാലം കണ്ടില്ലേ, അതിൻ്റെ പണി ആ പാലത്തിൻ്റെ പണി എത്രയും പെട്ടെന്ന് തീർത്ത് തരുവാണെങ്കിൽ അതൊരു ബെറ്റർ കേസായിട്ടാണ്. പിന്നെ ഈ പാലത്തിൻ്റെ കേസിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലൊരു കാര്യമാണ്. അത് എത്ര വർഷമായി തുടങ്ങണം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇതുവരെ അതിനെക്കുറിച്ചൊന്നും ആയിട്ടുമില്ല. പാലം വരുന്നതിനെ കുറിച്ച് കഴിഞ്ഞ ആഴ്ച പത്രത്തിലൊക്കെ വാർത്തയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ പത്രവാർത്തയൊക്കെ ഞാൻ വായിച്ചാണ്. പക്ഷേ ഞാൻ ഇന്നിവിടെ വന്ന് കണ്ട സമയത്ത് ഈ പാലം ഒരു 60-50 വർഷങ്ങൾക്ക് മുമ്പേ ഇവിടെ വരേണ്ടതാണ്. അപ്പോൾ കർണാടക ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റും സംയുക്തമായിട്ട് എത്രയും പെട്ടെന്ന് ഈ പാലം ഇവിടെ വരുത്തേണ്ടതാകും. അതായത് ഇവിടെ ഒരു 5-6 വള്ളം കിടപ്പുണ്ട് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യിക്കാൻ വേണ്ടി. ഇത് തെക്കൻ കേരളത്തിൽ ഇങ്ങനെയൊന്നൊരു കാഴ്ച കാണേണ്ട ഒരു അവസ്ഥ ഇപ്പോഴത്തെ കണ്ടീഷനിലില്ല. മുൻകാലങ്ങളിലുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോഴില്ല. ഇത് ഈ ഭാഗത്ത് എത്രയും പെട്ടെന്ന്, അതായത് ഒരു 30-40 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ പാലം യാഥാർത്ഥ്യമാവേണ്ടതാണ്. ഇത് ഇവിടുത്തെ കർണാടക കേരള സംസ്ഥാനത്തിലെ ജനങ്ങളുടെ ഏറ്റവും വലിയൊരു ആവശ്യമാണ്. ഇത് എത്രയും പെട്ടെന്ന് നമ്മുടെ ഗവൺമെൻറ്, പ്രത്യേകിച്ച് നമ്മുടെ മുഖ്യമന്ത്രി പ്രിയപ്പെട്ട വി ഡി സതീശൻ MLA മുൻകൈയെടുത്ത്, IC ബാലകൃഷ്ണൻ MLA മുൻകൈയെടുത്ത് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കേണ്ട ഒരു പാലമാണ്. ഇത് ജനങ്ങൾക്ക് ഏറെ ഗുണം ആകുന്ന ഒരു പ്രോജക്റ്റാണ്. ഇത് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണം എന്ന് മാത്രമാണ്. പാലം വരേണ്ടത് വളരെ അനിവാര്യമാണ്. അതെന്നു വെച്ചാൽ പ്രത്യേകിച്ച് മഴക്കാലത്ത് ഇവിടുന്ന് ക്രോസ് ചെയ്യൽ ഭയങ്കര അവിടെ സ്ഥിതിയാണ്. ഇപ്പം തോടി തന്നെ നിങ്ങൾക്ക് കാണാം, ഒരു 100 കണക്കിന് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യുന്നതാണ്. അപ്പോൾ അവർ യാതൊരു സുരക്ഷാ സംവിധാനവും ഇല്ല. എന്തെങ്കിലും ഒരു അപകടം പറ്റി കഴിഞ്ഞാൽ 1904 തോന്നുന്നു കനാൻ സാറ് ഇന്ന് തറക്കല്ലിട്ട് പോയത്. അന്ന് തന്നെ വീരപ്പമല്ലി സാറ് അവിടെ കർണാടകയിൽ ഉണ്ടായിരുന്നു. അന്ന് ഈ പാലം നടക്കേണ്ടതായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ യാതൊരു നടന്നില്ല. പക്ഷേ ഇപ്പോൾ അനുകൂല സാഹചര്യമാണ്. ഇപ്പം നടന്നില്ലെങ്കിൽ ഈ പാലം ഇനി യാഥാർത്ഥ്യമാകില്ല. ഈ പാലം വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ഗുണമാണ്, കേരളത്തിനും കർണാടകത്തിനും ഗുണമാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് നടപ്പിലാക്കാൻ എല്ലാവരും ശ്രമിക്കാം. 34 വർഷം 94 ഇവിടെ കർണാടകൻ മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് അവിടെ തറക്കല്ലിട്ടതാണ്. ഈ തറക്കല്ലിട്ട കാലം പോലെ ഇവിടെ കർണാടക ബൈരക്കുപ്പ പാലം യാഥാർത്ഥ്യമാകുമെന്ന് പറഞ്ഞിട്ട് ഇവിടെ മുഖ്യമന്ത്രിയും സർക്കാർ ഇതര മറ്റാളുകളും ഇതൊക്കെ നടത്തിയിട്ടുള്ള ആളുകളാണ്. പക്ഷേ ഇവിടെ വേറൊരു കാര്യമുണ്ട്. എന്താണ് സത്യം എന്താണെന്ന് മനസ്സിലാക്കണം. അത് ഈ കർണാടക ബോർഡ് ഇങ്ങോട്ടേക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് രാജീവ് ഗാന്ധി ടൈഗർ സോണാണ്. ഈ ടൈഗർ സോണിൽ ഒരിക്കലും ഈ പാലം അനുവദനീയമല്ല. അത് ഭരണഘടനാ നിയമമാണ്. ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിത് പറയുന്നത്. അങ്ങനെ ഒരിക്കലും അല്ല. അതുകൊണ്ടാണ് ഈ പാലം ഒരിക്കലും ഇവിടെ അനുവദനീയമല്ല. ഒരു സർക്കാർ നടത്തിയാലും സാധിക്കില്ല. സാധിക്കണമെങ്കിൽ ഇതിൻ്റെ മേലെ ഭാഗത്ത്, കൂടൽക്കടവ് ഭാഗത്ത് ഒരു പാലം വരിക എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇല്ലെങ്കിൽ വേറൊരു സംഭവം നടക്കില്ല. ഇത്രയോട് പറയാം. ചേട്ടാ, എങ്ങനെ ഇപ്രാവശ്യം പാലം വരുമെന്നൊരു പ്രതീക്ഷയുണ്ടോ? ഒരു പ്രതീക്ഷ വരുവാണ് നല്ലതാണ്. ഒരു പ്രതീക്ഷയില്ല. കാരണം 35 വർഷമായി ഇതിനു മുമ്പും ഇങ്ങനെയുള്ള വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ 2 സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് UDF ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് തർക്കലിട്ടൊക്കെ പോയ കാര്യങ്ങളാണ്. പക്ഷേ അന്നത്തെ പരിസ്ഥിതിവാദികൾ കുറേയുണ്ട്. അത് വിഷയമിടെ അന്ന് പിന്നീട് ഇത് കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി വേണം. വനം വകുപ്പാണ്. വനം വകുപ്പ് കൂടുതൽ കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിലാണ്. അപ്പം അതിൽ ആ അനുമതിയോടെ കൂടിയാണെങ്കിൽ ഇവിടെ പാലം വരും. 2 സർക്കാരും കോൺഗ്രസിൻ്റെ ആൾക്കാരെ ഭരിച്ചിട്ട് കാര്യമില്ല. കേന്ദ്ര സർക്കാരിനോട് അനുമതി വേണം. കേന്ദ്ര സർക്കാർ അനുമതി കൊടുക്കുമോ എന്ന് ഡൗട്ടാണ്. പെരിക്കല്ലൂർ വൈരിക്കുപ്പ കടവിലാണ് ഇവിടെയാണ് DK ശിവകുമാറും PK ബഷീറും കാലങ്ങളായി നീണ്ട 1994 ഉദ്ഘാടനം ചെയ്ത പെരിക്കല്ലൂർ വൈരിക്കുപ്പ പാലത്തിന് വേണ്ടിയുള്ള ചർച്ചകൾ ആരംഭിച്ചത്. എന്നാൽ നിരവധി യാത്രക്കാരാണ് ദിവസേന ഈ വൈരിക്കുപ്പയിൽ നിന്ന് പെരിക്കല്ലൂർ കടവിലേക്ക് പോയി വരുന്നത്. ഇവർക്ക് ഏറെ ആശ്വാസമുള്ള ഒരു കാര്യം തന്നെയായിരിക്കും ഈ പാലം വരുന്നതോടെ. നിരവധി യാത്രക്കാരാണ് ദിവസേന, വിദ്യാർത്ഥികളടക്കം ഈ വൈരിക്കുപ്പയിൽ നിന്നും അങ്ങോട്ട് പെരിക്കല്ലൂരിലേക്കും ദിവസം പോയി വരുന്നത്. ഏതായാലും പാലം വരുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഇവിടുത്തെ നാട്ടുകാരും ഒക്കെയുള്ളത്. ഏതായാലും കാലങ്ങളായുള്ള ആവശ്യത്തിന് ഈ പെരിക്കല്ലൂരിൽ അപ്പുറത്തും ഇപ്പുറത്തും കോൺഗ്രസ് സർക്കാർ ആയതുകൊണ്ട് തന്നെ പുതിയ പാലത്തിനായുള്ള പരിഹാരം കാണുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് നാട്ടുകാർ. പെരിക്കല്ലൂരിൽ നിന്ന് VB നീഷ്, വയനാട് ന്യൂസ്.